ഹായ്. അപ്പോൾ ഇന്ന് എങ്ങനെയാ പുറത്തു പോയാലോ? ആദ്യം നമുക്ക് ഈ ലുക്കൊന്ന് മാറ്റണം, കാരണം ഈക്വലത്തെ പുറത്തു പോകാൻ പറ്റില്ല. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് പുറത്തു പോകുന്നത്, എൻ്റെ കൂടെ ഈ വാനരപ്പട മൊത്തം ഉണ്ട്. കുറേ നാളോടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോകുന്നത് കേട്ടോ. അപ്പോൾ നേരെ പോയത് മാഞ്ചസ്റ്ററിലോട്ടേക്കാണ്. അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അല്ലെങ്കിലും എവിടെ ചെന്നാലും ആദ്യം വയറ് നിറയ്ക്കണം എന്നാണല്ലോ. അങ്ങനെ കറി ഹൗസിലോട്ടൊക്കെയാട്ടോ നമ്മൾ പോയത്. അവിടെ ചെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ആദ്യം തന്നെ സീറ്റൊക്കെ പിടിച്ചിരുന്നു. പിന്നെ ഫുഡ് വന്നു. ആദ്യം ബിരിയാണി കഴിച്ചു, അത് കഴിഞ്ഞ് മന്തി കഴിച്ചു, അത് കഴിഞ്ഞ് ചോറും കഴിച്ചു. ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൂടെ കുത്തി ഇറക്കാൻ വേണ്ടി ഫാൻറ്റയും കുടിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ഷീണമായി. പിന്നെ എവിടെ ചെന്നാലും മിറർ കണ്ടു കഴിഞ്ഞാൽ പെൺപിള്ളേരായ ഒരു ഷോയൊക്കെ ഇടും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നേരെ പോയത്, അവിടെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ ചുമ്മാ 2 ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി പോയി. വഴിയിൽ കണ്ട ഒരു മഞ്ഞപ്പൂ ഒക്കെ പറിച്ച് ചെവിയിൽ വെച്ച് ഞാനും കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടേതായിട്ടുള്ള എക്സ്പെൻസീവ് ഒരു മൈക്ക് സെറ്റ് വെച്ച് വഴിയിൽ കൂടെ പാട്ടും പാടി എൻജോയ് ചെയ്ത് ഞങ്ങൾ നടന്നത്. പിന്നെ ലബനീസ് ഒന്നും അല്ലെങ്കിലും വഴിയിൽ കണ്ട ഒരൊറ്റ പെൺപിള്ളേരെ പോലും വിടാതെ എല്ലാവരും വായി നോക്കി സ്കാൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ പട്ടണത്തിൽ ആദ്യമായിട്ട് വന്ന പിള്ളേരെ പോലെ അവിടെ കണ്ട പല സാധനങ്ങളും ഭയങ്കര കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിന്നത്. കുറെ നേരം അതിൽ നടന്നു കഴിഞ്ഞപ്പം പിന്നെയും വിശപ്പിന്റെ വിളി വന്നു. അപ്പൊ പിന്നെ കോസ്റ്റയിൽ കയറി. ആദ്യം തന്നെ ഞങ്ങൾ പോയിട്ട് സീറ്റ് പിടിച്ചു. ഇവിടെയും നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ തനി സ്വഭാവമാണല്ലോ കാണിക്കുക. 2 ഡ്രിങ്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിനകത്ത് ഒന്നിന് കുറച്ച് പുളി ഉണ്ടായിരുന്നതുകൊണ്ട് അവർ 2ഉം കൂടെ മിക്സ് ചെയ്ത് പുതിയൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വഴിയിൽ വെച്ച് വരുന്നവർക്കും പോകുന്നവർക്കും ഉപയോഗിക്കാനുള്ളതായിരിക്കണം ഒരു കീബോർഡ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിവ് ഏറെ ഉള്ളവരായതുകൊണ്ട് കുറച്ച് സമയം അവിടെയും സ്പെൻഡ് ചെയ്ത് പിന്നെ നേരെ ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഓവർ തിങ്കിങ്ങിന്റെ അങ്ങേയറ്റം ഉള്ളതുകൊണ്ട് എസ്കലേറ്ററിൽ കയറുമ്പോൾ പാവാട എങ്ങാനും കുടുങ്ങി പിന്നെ അത് ഊരാൻ പറ്റാതെ പാവാട മൊത്തത്തിൽ ഊരിപ്പോയി നാണം കിടേണ്ട അവസ്ഥ വന്നാലോ എന്നോർത്ത് ചുറ്റിപ്പിടിച്ചാണ് ഞാൻ പോയത്. തിയേറ്ററിൽ ചെന്നപ്പോഴാണെങ്കിലും ആരുമില്ല. പിന്നെ അവിടെ ചെന്ന് ഫിലിം തുടങ്ങാനായപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നു. ടൈറ്റിൽ വരുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ കുറേ നേരമായിട്ടും ടൈറ്റിൽ കാണാതിരുന്നപ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചു. കൊണ്ടടാ പ്രതീക്ഷിക്കാത്ത സമയത്ത് ടൈറ്റിൽ 2 സെക്കൻഡ് മാത്രം കാണിച്ചിട്ട് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഫിലിമിന്റെ ടൈറ്റിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2-3 സീൻ ഞാൻ അങ്ങ് ഒപ്പിയെടുത്തു. സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. പിന്നെ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് എന്റെ തുണിയും പൊക്കി പിടിച്ച് ഞാനും നടന്നു. പിന്നെ ഈ മഴയത്ത് അത്രയും ദൂരം നടക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മളൊരു ടാക്സി വിളിച്ചു. ആദ്യം തന്നെ പിന്നെയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ കറി ഹൗസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഫുഡ് തരില്ല, കട അടച്ചു എന്ന്. പിന്നെ ഇതിലേക്ക് കറങ്ങി നടന്ന് അവസാനം ഒരു ഷവർമ കിട്ടുന്ന ഷോപ്പിൽ പോയി അവിടെ നിന്ന് ഷവർമ മേടിച്ചു. ഭയങ്കര ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മൊത്തം കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കി എൻ്റെ പൊതിഞ്ഞെടുത്തു. വഴി വെച്ചെങ്ങാനും വിശക്കുവാണെങ്കിൽ കഴിക്കാമല്ലോ. വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് ഇവിടെ എത്തുന്നവരെ ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇനി തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പാതിരാത്രി കഴിഞ്ഞപ്പോഴാണ് വീട്ടിലെത്തിയത്. ഇനി നാളെ രാവിലെ ലോങ് ഡേക്ക് പോവുകയും വേണം. എങ്ങനെ എണീക്കുന്നു എനിക്ക് ഒരു പിടിയില്ല, പക്ഷെ പോയില്ലേ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി ബാക്കിയുള്ള കുറച്ച് സമയം പോയി കിടന്നുറങ്ങട്ടെ.